ആട് 3 അങ്ങനെ ഷാജി പാപ്പനും പിള്ളേരും തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തുടക്കം മുതൽ അവസാനം വരെ നല്ലപോലെ ചിരിക്കാനും നല്ലപോലെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു അടിപൊളി പടം. ആട് 1 ഉം 2 നിന്ന് വ്യത്യസ്തമായി ടൈം ട്രാവലൊക്കെ ആയിരുന്നു ആട് 3-യിലുള്ളത്. ഇത് ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ ടൈം ട്രാവലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ആട് 3-യിൽ വർക്കാകുക എന്ന രീതിയിലുള്ള സംശയം എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. വിനീത് മാനുവൽ നന്നായിട്ട് സ്റ്റോറി റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാസ്റ്റ് നമുക്കറിയാം, നമ്മുടെ പഴയ ആൾക്കാരെല്ലാം തന്നെ ഷാജി പാപ്പനും സാത്താൻ സേവ്യറും ഡൂഡും എല്ലാവരും തന്നെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്, കിടലിനായിട്ടുണ്ട്. പിന്നെ ഇൻട്രോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പഴയ സിനിമയിലുള്ള പോലെ തന്നെ ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരുടെ ഇൻട്രോയാണ് എനിക്ക് സത്യം പറയാം ഏറ്റവും അടിപൊളിയായിട്ട് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. അതൊന്ന് സാത്താൻ സേവ്യറും രണ്ടാമത്തെ ഡൂഡുമാണ്. ഡൂഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട്, കിഡിലും തിയേറ്ററൊക്കെ നിറഞ്ഞ് കൈയടിക്കുന്ന ഒരു സീനായിരുന്നു ഡൂഡിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ സാത്താൻ സേവ്യറുടെ സീനും അടിപൊളിയായിരുന്നു. സിനിമ എന്ന് പറയുന്നത് 2 ടൈം ലൈനിലാണ് കഥ നടക്കുന്നത്. ഒന്ന് ഇപ്പോഴത്തെ ഒരു ടൈം ലൈനും പിന്നെ പണ്ട് രാജഭരണ കാലത്തെ ഒരു ടൈം ലൈനും. ആ സമയത്ത് ജയസൂര്യയും വിനായകനൊക്കെ വരുന്നൊരു ടൈം ലൈനിൽ വളരെ നല്ല രീതിയിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ഈ ടൈം ലൈനിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പഴയ ടൈം ലൈനിലെ ക്യാരക്ടേഴ്സ് നല്ലതായിരുന്നു. ജയസൂര്യ ആണെങ്കിലും വിനായകൻ കിടിലനായി എന്ന് പറഞ്ഞാൽ വിനായകൻ്റെ പഴയ കാലത്തെ ടൈം ലൈനിലെ ആ ക്യാരക്ടർ അത് കിടിലനായിട്ട് വിനായകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ ജയസൂര്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സണ്ണിവേൻ്റെ ക്യാരക്ടർ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ക്യാരക്ടറാണ്. നന്നായിട്ട് സണ്ണിവേനും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഭഗത് മാനുവൽ ഇന്ദ്രൻസിൻ്റെയൊക്കെ റോള് അടിപൊളി, ആശാനായിട്ടും അടിപൊളിയായിരുന്നു. പഴയ കാലത്തെ റോളുണ്ട് ഇന്ദ്രൻസിൻ്റെ, അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭഗത് മാനുവലിൽ നമ്മുടെ സൈജു കുറുപ്പ് ഇവരെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സിനിമ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു സിനിമയാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ചെറിയൊരു ലാഗ് ഫസ്റ്റ് ഹാഫിനുണ്ട് എന്നുള്ള സത്യമാണ്. എനിക്കും ആ ലാഗ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ എന്നാൽ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഒരു ടൈപ്പ് ഒരു ലാഗല്ല. കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും എൻ്റർടൈനിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് വരുന്നത് കിടിലനാണ്. ഒരു സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ അവസാനം വരെ ഒരു ഫയറായിട്ടാണ് പോകുന്നത്. അതുപോലെ സെക്കൻഡ് പാർട്ട് 2 പാർട്ടായിട്ടാണ് ആട് 3 വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത ആ ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഇത് മിക്സ് ചെയ്യുന്നതൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അടിപൊളി ഭയങ്കര പേസിലാണ് പോകുന്നത്. പിന്നെ 1 ഉം 2 പോലെ ത്രൂ ഔട്ട് ഒരു കോമഡി പടമല്ല. ഇപ്പോൾ ടൈം ട്രാവലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ത്രൂ ഔട്ട് ഒരു കോമഡി പടമായിട്ട് കാണണ്ട. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല സന്ദർഭങ്ങൾ വരുന്നുണ്ട്, നല്ല കോമഡി വരുന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് ഇവർ ഒരു മന്ത്രവാദിയെ കാണാൻ പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിലൊക്കെ നന്നായിട്ട് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആട് 3 അടിപൊളി പടമാണ്. നിങ്ങൾ ആട് 1 ഉം 2 ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണുന്നൊരു പടമാണ് ആട് 3.